നമസ്കാരം. എന്റെ പേര് അർച്ചന. പത്രപ്രവർത്തകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കവി, മലയാളികളുടെ സ്വന്തം എഴുത്തുകാരനായ വി മധുസൂദനൻ നായരെ കുറിച്ചാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. 1949 ഫെബ്രുവരി 25 തിരുവനന്തപുരം ജില്ലയിലെ അരുവിയോട് എന്ന ചെറു ഗ്രാമത്തിൽ കെ വേലായുധൻ പിള്ളയുടെയും ഗൗരിക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ചു. അച്ഛൻ തോറ്റമ്പാട്ട് ഗായകനായിരുന്നു. അച്ഛനിൽ നിന്നും പഠിച്ച തോറ്റമ്പാട്ടിന്റെ ഈരടികളാണ് മധുസൂദനൻ നായരിൽ താളബോധവും കവി മനസ്സും ചെറുപ്രായത്തിലെ ഊട്ടിയുറപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതകൾ എഴുതുമായിരുന്നു. എങ്കിലും 1980കളിലാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ആനുകൂലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം നേടിയ മധുസൂദനൻ നായർ കുറച്ചുകാലം വീക്ഷണം, കേരളദേശം എന്നീ പത്രങ്ങളിൽ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ മലയാള അധ്യാപകനായി ചേർന്നത്. 27 വർഷം ഇവിടെ ജോലി ചെയ്ത അദ്ദേഹം 17 വർഷത്തോളം മലയാള വിഭാഗത്തിലെ പ്രധാന അധ്യാപകനായിരുന്നു. അധ്യാപക വൃത്തിയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ച ശേഷം ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ പുറത്തിറങ്ങിയ നാറാണത്തുഭ്രാന്തൻ എന്ന കവിതാ സമാഹാരമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വെളിച്ചം കണ്ട പുസ്തകം. ഇതിൽ നാറാണത്തുഭ്രാന്തൻ ഒരു മലയുടെ മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ കൊണ്ടുപോയി ഇടുകയും അത് താഴേക്ക് ഉരുട്ടുകയും ചെയ്യുന്നു. ഇതൊരു ഭ്രാന്തായി തോന്നുമെങ്കിലും നമ്മുടെ ജീവിത ശൈലിയെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം. നിരവധി കവിതകൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അഗസ്ത്യഹൃദയം, പുണ്യപുരാണ രാമകഥ, സീതായനം, വാക്ക്, അകത്താര് പുറത്താര്, ഗംഗ, രക്ഷകൻ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിക്ക് ഇപ്പോൾ 75 വയസ്സ് പിന്നിടും. എങ്കിലും അദ്ദേഹത്തിന്റെ കവിതകൾക്ക് അന്ത്യമില്ല. പല വർണ്ണനയിലും പല ആശയങ്ങളിലും അദ്ദേഹത്തിന് ഇനിയും ഒട്ടേറെ കവിതകൾ രചിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വി മധുസൂദനൻ നായരെ കൂടുതൽ ഓർക്കാനും അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും എന്നെ പ്രേരിപ്പിച്ച ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിനോട് ഞാൻ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.